പി ഇന്ദിരയെ കണ്ണൂർ കോർപ്പറേഷൻ മേയർ ആയി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. നിലവിൽ ഡെപ്യൂട്ടി മേയറാണ് പി ഇന്ദിര. പയ്യാമ്പലം വാർഡിൽ നിന്നാണ് പി ഇന്ദിര കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മുഹമ്മദ് റഹീസാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, ഒടുവിൽ അക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു, ഒരു തീരുമാനമായിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പി ഇന്ദിര തന്നെ ആകുന്നു മേയർ എന്നുള്ള വിവരം വരുന്നു, അല്ലേ? ഇത് ഇക്കാര്യത്തിൽ UDF നേതാക്കൾക്കിടയിൽ ആദ്യം തന്നെ ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഫലപ്രഖ്യാപനത്തിന് ശേഷം മറ്റ് 2 പേരുകൾ കൂടിയൊക്കെ ചർച്ചയിൽ വന്നിരുന്നുവെങ്കിലും ഒടുവിൽ പി ഇന്ദിരയുടെ പേരിന് തന്നെ മുൻതൂക്കം ലഭിക്കുകയായിരുന്നു. ഇപ്പോൾ കെ സുധാകരൻ MP കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. അപ്പോൾ കോർ കമ്മിറ്റി യോഗത്തിനു ശേഷം തീരുമാനത്തിലെത്തി ഒരു പേരിലേക്ക് എത്തി, അത് പി ഇന്ദിരയാണ് എന്നുള്ള വിവരം അതിപ്പോൾ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുകയാണ്. പി ഇന്ദിര കണ്ണൂർ മേയറാകും, കണ്ണൂർ കോർപ്പറേഷൻ മേയറായി ചുമതലയേൽക്കും. നിലവിൽ ഡെപ്യൂട്ടി മേയർ കൂടിയാണ്. ആ ഒരു ഘടകം ഇന്ദിരയെ വലിയ രീതിയിൽ തുണച്ചിട്ടുണ്ട്. കാരണം മറ്റു പേരുകളൊക്കെയും ചർച്ച ചെയ്തവർ ആദ്യമൊക്കെ ആയി ഈ കോർപ്പറേഷൻ കൗൺസിലർ ആകുന്നത് ആദ്യമൊക്കെ ആയിട്ടാണ്. പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ചത് മുതൽ പി ഇന്ദിര കൗൺസിലറാണ്. ഇടയ്ക്ക് നിയമസഭയിലേക്ക് മത്സരിച്ചു. ഒപ്പം തന്നെ നേരത്തെ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് 2 തവണ ജയിച്ചിരുന്നു. KSU മുതൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. കണ്ണൂർ വനിതാ കോളേജിൽ ആദ്യമായിട്ട് KSUവിനൊരു ചെയർപേഴ്സൺ ഉണ്ടാകുന്നത് ഇന്ദിരയിലൂടെയാണ്. അങ്ങനെ തുടങ്ങി KSUവിൽ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം അത് ആ ഒരു എല്ലാ തവണയും മഹിളാ കോൺഗ്രസ് നേതാവായിട്ടും ഒക്കെ പ്രവർത്തിച്ചു വന്നു. ശേഷം ഈ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ഇന്ദിര ഡെപ്യൂട്ടി മേയർ ആയിരുന്നു. അവരുടെ ആ ഒരു പ്രവർത്തനത്തിന് കൂടി ലഭിച്ച വിജയമാണ്, അതിനൊരു അംഗീകാരമായിട്ടാണ് തുടർന്നും വിജയം ലഭിച്ചത് എന്നുള്ള ഒരു പോയിന്റ് ഒക്കെയും ചർച്ചയ്ക്ക് വന്നു. അതൊക്കെ വളരെ ഗുണകരമായിട്ടുണ്ട്. മാത്രമല്ല കെ സുധാകരൻ MPയും ഒപ്പം തന്നെ KC വേണുഗോപാലും ഒക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. KC വേണുഗോപാലുമായി വളരെ അടുപ്പമുള്ള നേതാവ് കൂടിയാണ് പി ഇന്ദിര. ഒപ്പം തന്നെ കെ സുധാകരൻ MPയും ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു. പക്ഷേ ഇന്ദിരയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഡു ഓർ ഡൈ ഗെയിം ആയിരുന്നു. കാരണം പയ്യാമ്പലത്ത് ആണ് ഇന്ദിര ഇത്തവണ മത്സരിച്ചത്. കഴിഞ്ഞ തവണ ഉദയംകുന്നിലായിരുന്നു മത്സരിച്ച്. പയ്യാമ്പലത്തേക്ക് വരുമ്പോൾ ഇന്ദിരയുടെ പേര് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവസാനം ഇന്ദിരയെ നിയോഗിക്കുന്നു. വളരെ കുറച്ച് വോട്ടുകൾ മാത്രമുള്ള സ്ഥലം. അവിടെ മഹിളാ കോൺഗ്രസ് നേതാവ് തന്നെ അപര സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിൽക്കുന്നു. അങ്ങനെ 48 വോട്ടുകൾക്ക് മാത്രമാണ് ഇന്ദിര ജയിച്ചു കയറിയത്. അതിന് പിന്നാലെ നടന്ന ചർച്ചകളിൽ പാർട്ടി തന്റെ പ്രവർത്തനത്തിന് വിലയിരുത്തി തനിക്ക് മേയർ സ്ഥാനം നൽകുമെന്ന് പ്രതീക്ഷയുണ്ട് എന്ന് ഇന്ദിര 24നോട് പങ്കുവച്ചിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും തർക്കങ്ങളിലേക്ക് പോയില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വസിക്കാം. അവിടെ കെ സുധാകരൻ MPയുടെ വാക്ക്, ഒപ്പം തന്നെ KC വേണുഗോപാലിന്റെ ഒരു വാക്ക്, അവിടെ കോർ കമ്മിറ്റിയിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ആ ഒരു ഭരണപരിചയവും ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മേയർ ആയിരുന്നു എന്നുള്ളതിന്റെ ആ ഒരു മെറിറ്റുമൊക്കെ ഇന്ദിരയ്ക്ക് തുണയായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.